സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ചകൾ നടന്ന് ജനത്തിൻ്റെ ഇടയിൽ പാർട്ടിക്ക് മോശം അഭിപ്രായമുണ്ട്. ജനങ്ങളാണ് യജമാനന്മാർ, നമ്മളൊക്കെ ദാസന്മാരാണ്. അല്ല, അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല. ആരാണെങ്കിലും എക്സ് ഓർ വൈ ഞാൻ പറയുന്നത് ഒരു സമവായത്തിലൂടെ ലീഡറിനെ തിരഞ്ഞെടുക്കണം. ഇതൊരു ടേം വ്യവസ്ഥയിലാവണമെന്നുണ്ടോ? ടേം ഒന്നും വേണ്ട, ടേം ശരിയല്ല. 5 വർഷം ആരാണെങ്കിൽ എക്സ് ഓർ വൈ 5 വർഷം ഇരിക്കണം. ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം. ഇമ്പിച്ചി വാവ രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് ഞാൻ ജനിച്ചിട്ടില്ല. ഇത്തവണ അങ്ങനെ ഒരുപാട് മ്യൂച്വൽ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരും തന്നെ കുറ്റം പറയുന്നില്ല, കാരണം അവരെ പാർട്ടി തിരുത്തേണ്ടതായിരുന്നു. KPCC മുൻ പ്രസിഡന്റും സമുന്നത കോൺഗ്രസ് നേതാവും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശ്രീ കെ മുരളീധരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ കെ മുരളീധരൻ. നമസ്കാരം. ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത് സംഘനൃത്തം മതിയെന്നാണ്. പക്ഷേ ഇപ്പോൾ മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പൊടിയും ഒക്കെ ആണല്ലോ കോൺഗ്രസിൽ. അത് ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ജനങ്ങൾ UDF തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, അത് ഉറപ്പാണ്. കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും. ജയം ഉറപ്പാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ജനങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനം തെറ്റായി പോയെന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു പ്രവർത്തനവും കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കോൺഗ്രസ്സിന് ചില നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കോൺഗ്രസ് MLA-മാരുടെ യോഗം വിളിക്കും. യോഗം വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എടുക്കും. പിന്നെ ഞങ്ങളൊരു പ്രമേയം സാധാരണ പാസ്സാക്കി ഡൽഹിക്ക് അയക്കും. ഡൽഹി MLA-മാരുടെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിക്കും. സ്വാഭാവികമായിട്ടും UDF സംവിധാനം ആയതുകൊണ്ട് ഘടകകക്ഷികളൊക്കെ വിവരങ്ങൾ അറിയിക്കും. അവരുമായിട്ടൊരു ആശയവിനിമയം നടത്തും. അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുണ്ട്. അതനുസരിച്ചേ കാര്യം നടക്കൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇന്നാൾ വരുന്നതാണ് നല്ലത് എന്നൊരു പരസ്യ പ്രസ്താവന നടത്തേണ്ട ആവശ്യം എന്താ? പക്ഷെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും ഒരു KPCC പ്രസിഡന്റ് കൂടിയാണ്. അതൊന്നും ഒരു ശരിയായ നടപടിയായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നില്ല. അല്ല, അദ്ദേഹം ഇന്നും ആവർത്തിച്ചു. ഇന്നിപ്പോൾ ഡൽഹിയിൽ വെച്ച് പറഞ്ഞത് ഇത്തരം ചർച്ച നടന്നാൽ എന്താ കുഴപ്പമെന്നാണ് ചോദിച്ചത്. ചർച്ചകൾ നടന്ന് ജനത്തിൻ്റെ ഇടയിൽ പാർട്ടിക്ക് മോശം അഭിപ്രായം ഉണ്ടാക്കും. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ തല്ലുലേക്ക് പോകുന്നുള്ള, അതായത് പല ചാനലുകളും കാണിച്ചത് റിസൾട്ട് വന്നിട്ട് പോരെ ഈ തർക്കം എന്നുള്ള രീതിയിൽ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ചാനലുകൾ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കണം. കാരണം ജനങ്ങളാണ് യജമാനന്മാർ, നമ്മളൊക്കെ ദാസന്മാരാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ദാസന്മാരാണെന്ന് ചിന്താഗതി വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജനപ്രതിനിധിക്ക് ഭാവിയില്ല. അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ജനങ്ങൾ അതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കും എന്നുകൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ചർച്ച തികച്ചും അനാവശ്യമാണ്. 4-ാം തീയതി കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഹൈക്കമാൻഡ് തന്നെ തീരുമാനങ്ങൾ എടുക്കും. സ്വാഭാവികമായിട്ടും എല്ലാ MLA-മാരോട് ജയിച്ചു എന്ന് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. അതുകൂടെ സ്വരൂപിച്ചുകൊണ്ടാണ് തീരുമാനം എടുക്കുക. ഇപ്പോൾ അന്തരീക്ഷത്തിലല്ല, സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്ന 3 പേരുകളാണ്. ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, പാർട്ടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ. ഈ KC വേണുഗോപാലിൻ്റെ പേര് നേരത്തെ അടക്കം പറച്ചിലായിരുന്നെങ്കിൽ ഇപ്പം പരസ്യമായിട്ടുള്ള രീതിയിൽ ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? അല്ല, അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല. ആരാണെങ്കിലും എക്സ് ഓർ വൈ ആരെ തിരഞ്ഞെടുത്താലും എന്താ പറയേണ്ടത്, അത് കേന്ദ്രത്തിൻ്റെ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിക്കും, ഒരു സംശയം കരുത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടാവും. അത് പ്രകടിപ്പിക്കുന്ന സ്ഥലത്ത് പ്രകടിപ്പിച്ചാൽ മതി. അതൊരു ആ സമയത്ത് പ്രകടിപ്പിക്കുക. അത് ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് അവരോട് അഭിപ്രായം ചോദിക്കും. അപ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. അതല്ലാതെ ഇന്നാൾ വരുന്നതാണ് നല്ലത് എന്ന് നേരത്തെ പറയേണ്ട ഒരാവശ്യമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഒരു പ്രത്യേകത KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെ ഹൈക്കമാൻഡാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മാത്രമല്ല അദ്ദേഹം ഇത്തരം ചർച്ചകളെ തള്ളിപ്പറഞ്ഞിട്ടുമില്ല. അല്ല, ഞാൻ പറയുന്നത് ഹൈക്കമാൻഡ് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇനി ഇതുപോലത്തെ ചർച്ചകൾ വേണ്ട എന്ന് ഹൈക്കമാൻഡ് അടിവരയിട്ട് പറഞ്ഞാൽ ഈ ഏർപ്പാട് നിൽക്കും. ഇപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഒരുപാട് പോസ്റ്റ്. അല്ല, എല്ലാവർക്കും മഹത്വങ്ങളുണ്ട്. കോൺഗ്രസ് VS ശിവകുമാർ അടക്കം കഴിഞ്ഞ ദിവസം. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ വെറുതെ ഒരാളെ നമ്മൾ പുകഴ്ത്തുമ്പോൾ അത് മറ്റുള്ളവരെ എകഴ്ത്താനാവരുത്. ഈ 3 പേരും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ തന്നെയാണ്. ശ്രീ KC വേണുഗോപാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള വ്യക്തിയാണ്. കേരളത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം
വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സംഭാവനയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനുകളും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടത്. കാരണം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. പുതിയ യാത്ര നടന്നു. ആ യാത്രയുടെ പ്രത്യേകത എന്തായിരുന്നു? മറ്റുള്ള യാത്രകളെക്കാൾ ഇപ്പോൾ ഞാനൊക്കെ യാത്ര നടത്തിയിട്ടുണ്ട്, KPC പ്രസിഡൻ്റായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പ്രത്യേകത, ഒരു ഭരണ സംവിധാനത്തിനെ വിമർശിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്താണ് അതുകൂടെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ജനങ്ങളെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയറായിട്ടുള്ള ആളാണ്, ഭരണപരിചയമുണ്ട്. അപ്പോൾ 3 പേരും പ്രധാനപ്പെട്ടവർ തന്നെയാണ്. 3 പേരും യോഗ്യരാണ്. 3 പേരും യോഗ്യരാണ്, സംശയമൊന്നുമില്ല. പക്ഷേ എല്ലാ രീതിയിലും താങ്കളും യോഗ്യനാണല്ലോ. അല്ല, ഞാൻ എൻ്റെ യോഗ്യതയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനത് പറയുന്നുമില്ല. കാരണം എന്തിനാണ് വെറുതെ നമ്മളും അതിൻ്റെ ഇടയിൽ ഒരു നാലാവനായിട്ട് വെറുതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ല, ഇത്ര ഒരു സാധാരണ ഇങ്ങനൊരു ഇവർ തമ്മിലുള്ള ഒരു പോരുണ്ടാകുമ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് തങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞാൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഞാൻ അഭിപ്രായക്കാരനാണ്. ഇപ്പം 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തക്കതായിട്ടുള്ള വേദിയിലെ അങ്ങയുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം പറയും. അതിൽ താങ്കൾക്ക് ഇവരെ കുറിച്ചുള്ളവരിൽ വ്യക്തമായൊരു അഭിപ്രായം ഞാൻ പറയും. ഉണ്ട്. എനിക്ക് ആവണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എനിക്ക് അവസരം വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നൽകുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നൽകിയാൽ ഉറപ്പായിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അല്ല, ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇപ്പോൾ താങ്കളും വളരെ ചെറിയ കുഞ്ഞായിട്ടിരിക്കുമ്പം തന്നെ കെ കരുണാകരൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു ഭീഷ്മാചാര്യൻ്റെ കൂടെ വളർന്ന് രാഷ്ട്രീയം നന്നായിട്ട് പഠിച്ച് പാർട്ടിയിലും വന്നിട്ട് ആദ്യ തെരഞ്ഞെടുപ്പിൽ അടക്കം ജയിച്ച് വളരെ ദീർഘകാല അനുഭവ സമ്പത്തുള്ള ആളാണ്. അന്നേരം താങ്കൾ ഈ പദവിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടാറെ പേരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് ഒരു സമവായത്തിലൂടെ ലീഡറിനെ തിരഞ്ഞെടുക്കണം. സമവായത്തിലൂടെ തിരഞ്ഞെടുക്കണം. അല്ലാതെ ഒരു പരസ്പരം പോരടിച്ചുകൊണ്ടാവരുത്. ഇപ്പോൾ ഒരാളെ എന്താണെങ്കിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയൂ. അങ്ങനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാവാത്ത രീതിയിൽ തീരുമാനമെടുക്കണം. ഇതൊരു ടേം വ്യവസ്ഥയിലാവണമെന്നുണ്ടോ? ടേം ഒന്നും വേണ്ട. ടേം ശരിയല്ല. 5 വർഷം ആരാണെങ്കിൽ XRY 5 വർഷം ഇരിക്കണം. ആര് മുഖ്യമന്ത്രി ആണെങ്കിലും 5 വർഷം ഇരിക്കണം. കാരണം അത് 5 വർഷം ഇരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഗുണം ജനത്തിന് കിട്ടൂ. ഞാൻ പറയാം, ശ്രീ കെ കരുണാകരൻ 91 അത് അദ്ദേഹം അന്ന് 5 വർഷം തികച്ചിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും കോൺഗ്രസ്സിന് ഒരു പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. AK ആന്റണി 2004 അദ്ദേഹത്തിന് അന്ന് കാലാവധി തികയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് കോൺഗ്രസ്സിന് പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ഈ 2 അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 2 പേരെയും മാറ്റിയതുകൊണ്ടുള്ള ദോഷമാണ് പിന്നീട് ദീർഘകാലം കോൺഗ്രസ്സിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. ദീർഘകാലം ഞാൻ പറയാൻ കാരണം 2011 വിജയം ഒരു വിജയമായിട്ട് കണക്കാക്കാൻ നിവർത്തിയില്ല. കാരണം വളരെ ബ്രിമ്മിലാണ് ഭൂരിപക്ഷം കിട്ടിയത്. മാത്രമല്ല കോൺഗ്രസ് 2ാം സ്ഥാനത്തായിരുന്നു. 2001 ശേഷം കേരള നിയമസഭയിൽ കോൺഗ്രസ് 1ാം സ്ഥാനത്ത് വന്നിട്ടില്ല. ഇത്തവണ അതിൻ്റെ ചാൻസാണ്, നമ്മൾ 1ാം സ്ഥാനത്ത് വരാൻ പോകുന്നു. അപ്പോൾ അത് വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോയാൽ ഇനിയൊരു തിരിച്ചുവരവ് പാർട്ടിക്ക് ഉണ്ടാവില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പഴയ കാലമല്ല, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ പണ്ട് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എത്ര ഗ്രൂപ്പ് കളിച്ചാലും ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പാർട്ടികൾ വ്യത്യസ്ത പാർട്ടികളിലേക്ക് പോകുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് കോൺഗ്രസ് വിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാനും മടിക്കാത്ത നേതാക്കന്മാരുടെ എണ്ണം കൂടി വരുന്നു. ഇപ്പം തന്നെ ഈ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ലീഡറെ ശ്രീ കെ കരുണാകരനെ മാറ്റിയിട്ട് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായിട്ടാണ് ശ്രീ AK ആന്റണിയും കൂടെ വരുന്നത്. ആ രീതിയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച നിയമസഭാ കക്ഷി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരുടെ ഭൂരിപക്ഷത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും മുഖ്യമന്ത്രിയാവുന്നത്. അല്ല, അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ അത് മാത്രമല്ല, സാഹചര്യങ്ങൾ നോക്കി ഹൈക്കമാൻഡ് തീരുമാനം എടുക്കാം. MLA അല്ലാത്ത ആളും വരാം. അല്ല, അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എനിക്കൊരു പെർമിഷൻ നൽകിയാൽ പറയേണ്ട രീതിയിൽ ഞാൻ പറയും. ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല. വട്ടിയൂർക്കാവിലെ ജയസാധ്യത എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട്, ജയിക്കുന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ എതിരാളി? ഈ ശ്രീലേഖയായിരുന്നോ? അല്ല, ലാസ്റ്റ് വന്നപ്പോൾ LDF UDF മത്സരമായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും LDF അവകാശപ്പെടുന്ന ഇപ്പോഴും ഭരണത്തുടർച്ച, 3ാം ഭരണത്തുടർച്ച. എന്തുകൊണ്ടത് അവർക്ക് കിട്ടാതെ? അല്ല, അത് 4ാം തീയതി വരെ അവർ പറയുമല്ലോ. 4ാം തീയതി വരുമ്പോൾ എല്ലാവരും ജയിക്കുമല്ലോ. 4ാം തീയതി വരെ തോൽക്കുന്നവരാരുമില്ല. 4ാം തീയതി കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ജയിക്കാൻ പോകുന്ന ആരാണ്, തോൽക്കാൻ പോകുന്ന ആരാണ് എന്ന് തീരുമാനമാവുക. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ
ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ശക്തമാണ്, അതിനെതിരായിട്ടുള്ള വികാരം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ഒരു പ്രധാന ഘടകമാണ്. ഇതൊക്കെ ചേരുമ്പോൾ ഒരിക്കലും ഇടതുപക്ഷത്തിനൊരു ഭരണ തുടർച്ച ഉണ്ടാവില്ല. അല്ല, ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ വേണ്ടി CPM കണ്ടുപിടിച്ച ഒരു ഉപായം ഏതാണ്ട് 56ഓളം സിറ്റിംഗ് അവരുടെ LDFന്റെ സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിച്ചതാണ്. അതായത് അവർക്ക് ഭരണവിരുദ്ധ വികാരം അവരോട് ജനങ്ങൾക്ക് ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതെന്നാലും ഞാൻ പറയാം, ഇന്നാൾക്ക് വോട്ട് ചെയ്താൽ ആര് മുഖ്യമന്ത്രിയാവും അത് ജനങ്ങൾ ചിന്തിക്കുമല്ലോ. അത് ചിന്തിക്കാത്തവരല്ല ജനങ്ങൾ. നിങ്ങളോട് ഇഷ്ടമുണ്ട് ശരി, പക്ഷേ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരാൾ മുഖ്യമന്ത്രിയാവും. നേരെ വെച്ച് UDFന് വോട്ട് ചെയ്താൽ ഇന്നെന്ന പ്രയോജനങ്ങളുണ്ടാവും, ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾ അതൊക്കെ ചിന്തിച്ചിട്ടേ വോട്ട് ചെയ്യും. ഈ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഈ പറയുന്ന രീതിയിലൊരു എതിർപ്പുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗുകൾ ഞാൻ പറയാം. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ നേതാക്കന്മാർ പാർട്ടി വിട്ടുപോയി. ഞങ്ങളാരെങ്കിലും അവരെ മറ്റേ പരനാറിയെന്നോ അല്ലെങ്കിൽ ചെറ്റാന്നോ ഞങ്ങൾ വിളിച്ചില്ലല്ലോ. അത് സോഷ്യൽ മീഡിയക്കാർ വിളിക്കും. അതിനിതുവരെ കണക്ക് കൂട്ടണ്ട. പക്ഷേ ഒരു സ്ഥാനത്തിരിക്കുന്നവർ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സ്ട്രോങ് ലീഡറാണ് ശ്രീ പിണറായി വിജയൻ എന്ന് വാദിക്കുന്നവരുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ ആരും എതിരായിട്ടൊന്നും പറയാറില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ആർക്കും ധൈര്യമില്ല. അങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പം K. കരുണാകരൻ്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു. അത് വികസനം നടത്താറുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിനോളം വിമർശനം ഏറ്റുവാങ്ങിയൊരു വ്യക്തി കേരള രാഷ്ട്രീയത്തിലില്ല. പക്ഷെ അദ്ദേഹം വല്ലതും പറയാറുണ്ട്. എന്തൊക്കെ പറഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച്? മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത ആളല്ലേ. അത് എവിടെയെങ്കിലും മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഡൂ ഓർ ഡൈ ബാറ്റിലാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവർ ഭരിക്കുന്ന ഏക സ്റ്റേറ്റാണ് കേരളം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് പുറത്ത് നിൽക്കുകയാണ് അധികാരത്തിൽ. BJPക്കാണെങ്കിൽ അവരുടെ അക്കൗണ്ട് തുറക്കണം. ഈ രീതിയിലുള്ള എല്ലാ രീതിയിലും ഉള്ളൊരു ശക്തമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. അതിലൊരു വലിയ ഒരു വേവ് അല്ലെങ്കിൽ ഒരു തരംഗം ഉണ്ടാകുമെന്ന് അങ്ങനെ കരുതാൻ പറ്റും. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഒരു തരംഗമായി മാറും. UDFന് നല്ലൊരു കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രതിപക്ഷ നേതാവ് പറയുന്ന കണക്ക് 100 സീറ്റിന് മേളിൽ പോകും. ചിലപ്പോൾ അത് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. UDFന് അധികാരം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് രാഷ്ട്രീയ വനവാസത്തിന് പോകും. അല്ല, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ട്, അത്ര ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ ഇറക്കാൻ പറ്റും. രാഷ്ട്രീയം എന്ന് പറയുന്ന ജയപരാജയങ്ങളുടെ ഒരു വേദിയാണ്. അതല്ല അദ്ദേഹം പറഞ്ഞത്. ഇത്രയും നല്ല ചാൻസ് ഉണ്ടായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മൾ അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കണം. ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ആ പറച്ചിലിൻ്റെ അകത്ത് ഒരു നേതൃത്വ ഏറ്റെടുക്കൽ കൂടിയുണ്ട്. ഞാൻ നയിച്ച് ഇങ്ങനെ ഈ പാർട്ടിയെ മുന്നണിയും വിജയിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പിന്നിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. ഞാൻ അദ്ദേഹം പറഞ്ഞൊരു തെറ്റും കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനെന്തിന് ഇത് കൊണ്ടു നടന്നിട്ട് എന്താ കാര്യം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നമ്മൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കണം. ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ള വിവാദം ആദ്യം വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ ശക്തമായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ നിയമസഭയിൽ അത് ഞങ്ങളൊക്കെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് കോൺഗ്രസ് ഉന്നയിച്ച ഒരു വലിയ വാദം എന്ന് പറഞ്ഞാൽ CPM BJP ഡീലുണ്ടെന്നാണ്. അത് ശരിയാണോ? അത് പലയിടത്തും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഡീൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്നലെ ഒരു CPIയുടെ ഒരു നേതാവിൻ്റെ ഒരു കൗൺസിലറായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞെന്താ, ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യരുത്, രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യണം. അത് പറഞ്ഞത് ഒരു മുൻ കൗൺസിലറാണ്, CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഡീല് വ്യക്തമല്ലേ? അന്നേരം പിന്നെ CPIയിലെ ഒരു അംഗമാണ്, മറിച്ച് ശിവൻകുട്ടി CPMൻ്റെ അംഗമാണ്. അല്ല, അത് പറഞ്ഞിട്ട് കാര്യം ഒരു മുന്നണിയല്ലേ. അപ്പോൾ CPIയിൽ തന്നെ ഇങ്ങനെയുള്ള ചില ഡീലുകളെ കുറിച്ചിട്ടുള്ള പരാതികൾ CPMൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. അല്ല, BJP വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം BJP വിചാരിച്ചാൽ കുറേയധികം മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായിട്ട് ഒരു ആരുടെയെങ്കിലും വിജയത്തെ അട്ടിമറിക്കാൻ പറ്റും. ആ ഒരു പേടി കോൺഗ്രസിനുണ്ടോ? അല്ല, അവർ ഇതുവരെയായിട്ട് അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു റീഡിംഗ് അനുസരിച്ച് അവർക്ക് ഇത്തവണ വിജയസാധ്യത വളരെ കുറവാണെന്നാണ് അവരുടെ തന്നെ വിലയിരുത്തൽ. ഞങ്ങളതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അക്കൗണ്ട് തുറക്കൂ. അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് പറയാൻ കഴിയില്ല.
കാരണം ജനമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് തുറക്കൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ, അവരുടെ തന്നെ അസസ്മെൻറ്റ് നോക്കുമ്പോൾ അവർക്ക് ഒരിടത്തും വിജയസാധ്യത കാണുന്നില്ല. അക്കൗണ്ട് തുറക്കില്ല എന്നാണ് താങ്കൾ എന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. എന്നാൽ ചിലപ്പോൾ തുറക്കാൻ കഴിയും. ഇപ്പോൾ ഇതുപോലത്തെ ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിയമത്ത് തന്നെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഈ LDF വോട്ടുകൾ BJP-യിലേക്ക് മറിഞ്ഞാൽ BJP ജയിക്കുമെന്ന് സംശയമുണ്ട്. അതായത് പറഞ്ഞു അങ്ങനെയുള്ള ചില ഡീല് നടന്നിട്ടുണ്ടോ, അതാണ് ഇപ്പോൾ ശബ്ദരേഖ പുറത്തു വന്നത്. ഇപ്പം തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിക്ക് വിജയാശംസ നേരുന്നുണ്ടോ? ഇല്ല, അവിടെ കോൺഗ്രസ്സിനാണ് സാധ്യത. ശ്രീ രാജൻ ബല്ലനാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. ഞാൻ ഇലക്ഷന് മത്സരിച്ച സമയത്ത് എനിക്ക് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിച്ച ആളാണ് ശ്രീ രാജൻ ബല്ലൻ. ഞാൻ സത്യത്തിൽ ഞാനായിരുന്നു അന്ന് വിജയിച്ചിരുന്നെങ്കിൽ, MP ആയിട്ട് വിജയിച്ചിരുന്നെങ്കിൽ ഞാൻ രാജൻ ബല്ലൻ്റെ പേരാണ് പറയുമായിരുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ പാർട്ടി രാജൻ ബല്ലന് സീറ്റ് കൊടുത്തു. അദ്ദേഹം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ എന്നാലും ചില അടിയൊഴുക്കുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു 5000 വോട്ടിനെങ്കിലും ജയിക്കുന്നതാണ് ഞങ്ങളുടെ അസസ്മെന്റ്. തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി താങ്കളുടെ സഹോദരി അത് കാര്യം വേണുഗോപാലാണ്. അവിടെ മത്സരം UDF-ഉം NDA-യും തമ്മിലാണ്. UDF NDA ആണ്. അതെ, കാരണം അത് LDF-കാർ പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ച LDF UDF മത്സരം ആയിരിക്കും. പക്ഷെ അവർ തന്നെ പറഞ്ഞു തൃശ്ശൂരിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോയേക്കാം. അപ്പോൾ മത്സരിക്കുന്നവർക്ക് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇവരാണ് 2-ാം സ്ഥാനം ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറിച്ച് CPM ആരോപിച്ചത് കോൺഗ്രസിൻ്റെ വലിയൊരു പങ്ക് വോട്ട് കിട്ടിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അല്ല, കോൺഗ്രസ്സിന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന ഒരു ചെറിയ വിഭാഗം അപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. LDF-കാരുടെ നന്നായിട്ട് വോട്ട് പോയി, അവരെ നന്നായിട്ട് വോട്ട് ചോർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ വിജയത്തിൽ LDF-നാണ് മുഖ്യ പങ്ക്. രാഷ്ട്രീയത്തിൽ ബന്ധങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല എന്ന് പറയുന്നുവെങ്കിലും സഹോദരി മത്സരിക്കുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അവരൊരു പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. പക്ഷെ അവിടെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ വിജയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമാണത്. അല്ല, അതിൽ സഹോദര ബന്ധമൊന്നും ഒരു പ്രസക്തി, വ്യക്തിബന്ധങ്ങൾ പ്രശ്നമല്ലല്ലോ. വ്യക്തിബന്ധത്തിൽ ഇപ്പോൾ പഴയ ഉലച്ചിലുണ്ടോ അതോ വളരെ അല്ല, ഇല്ല, ഇപ്പം അടുപ്പൊന്നുമില്ല, പഴയ രീതിയിൽ തന്നെ നിലനിൽക്കുക ആണല്ലേ. ഇപ്പം താങ്കൾ ആദ്യമായിട്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് EK എംബച്ചിവാവ എന്ന് പറയുന്ന മുതിർന്ന CPM നേതാവിനോടായിരുന്നു. ആ മത്സരത്തിൽ താങ്കൾ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് പല മത്സരങ്ങൾ നേരിട്ടു, വളരെ ശക്തമായ മത്സരങ്ങളിൽ വിജയിച്ചു. ഇപ്പം ഈ ഒരു കാലങ്ങൾ ഇങ്ങോട്ട് മാറുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എന്ത് മാറ്റമാണ് ഈ രംഗത്ത് കാണുന്നത്? അതായത് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സ്ഥാനാർത്ഥികൾ തന്നെ എതിർ സ്ഥാനാർത്ഥികളെ വിമർശിക്കുന്ന ഒരു സംസ്കാരം വന്നിട്ടുണ്ട്. അതൊരു മോശപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ ഇമ്പിച്ചി വാവായിട്ട് മത്സരിച്ചു എന്ന്. ഇമ്പിച്ചി വാവ രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് ഞാൻ ജനിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളിലൊക്കെ, അന്ന് ഇതുപോലത്തെ ചാനൽ ചർച്ചയൊന്നുമില്ല, ചാനലുമില്ല, ആകെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. എങ്കിലും ദൂരദർശൻ്റെ ബൈറ്റൊക്കെ എടുത്തപ്പോൾ അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. റിസൾട്ട് വന്ന് ഞാൻ ജയിച്ചു, ഞാൻ 29,000 വോട്ടിന് ജയിച്ചു. അത് എനിക്ക് കൈ തന്നിട്ട് ഇറങ്ങിപ്പോയി. ആ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇലക്ഷൻ കവർ ചെയ്ത റിപ്പോർട്ടറാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്തൊരു മാന്യമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഹനം തകരാറായപ്പോൾ എൻ്റെ വാഹനത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അന്ന് കാക്കൂര് ആ സ്ഥലം. അപ്പോൾ പക്ഷെ ഇന്നങ്ങനെയാണോ? ഇന്നിപ്പോൾ തന്നെ ഇന്നിപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ അവിടുത്തെ സിറ്റിംഗ് MLA എന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. അതൊന്ന് നിയമസഭയിൽ വരെ പറഞ്ഞു. ഞാൻ നിയമസഭയിലൊന്നും എൻ്റെ മുൻഗാമികളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിലൊരു ധാർമ്മികത അത് വേണം. ആ ധാർമ്മികതയ്ക്ക് ഇപ്പോൾ ഇടിവ് പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ അവിടെ മാത്രമല്ല, വട്ടിയൂർക്കാവിൽ മാത്രമല്ല, പലയിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഇപ്പം നേരത്തെ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചായിരുന്നല്ലോ, ഇപ്പം പഴയ പോലൊന്നുമല്ല ആ ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പിലേക്ക് പോകുന്നതിന് പകരം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാൻ മടിക്കാത്ത ആൾക്കാരുടെ കാലമാണിത്. ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഏത് കക്ഷി, ഏത് ഭാഗത്തോ, ഏത് മുന്നണിയുടെ ഭാഗത്തോ ആയിക്കോട്ടെ, ഇന്നലെ വരെ വളരെ ശക്തമായിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ ചേരി മാറി അപ്പുറത്ത് യാതൊരു മടിയില്ലാതെ സ്ഥാനാർത്ഥിയാവുന്ന ഒരു പ്രവണതയും വർദ്ധിച്ചു വരുന്നുണ്ട്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇത്തവണ അങ്ങനെ ഒരുപാട് മ്യൂച്വൽ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. അതെ, ഇപ്പം തന്നെ ആലപ്പുഴയിൽ G. സുധാകരൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നു. അദ്ദേഹം CPM-ന്റെ ഒരു സമന്വിത നേതാവായിരുന്നു. അതുപോലെ പാർട്ടി CPM-ൽ നിന്ന് തന്നെ ഇത്തവണ കണ്ണൂരിൽ അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി, KTDC ചെയർമാനായിരുന്ന ശശി സ്ഥാനാർത്ഥിയായി, CPI-യുടെ കുഞ്ഞിക്കണ്ണൻ പയ്യന്നൂർ സ്ഥാനാർത്ഥിയായി, CPI-യുടെ മുകുന്ദൻ
BJP സ്ഥാനാർത്ഥിയായി. അങ്ങനെ ഒരു മാത്രമല്ല ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബേസിൽ പോൾ അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി പെരുമ്പാവൂരിൽ. ചാലക്കുടിയിലത്തെ LDF സ്ഥാനാർത്ഥി ഞങ്ങളുടെ സിറ്റിംഗ് കൗൺസിലറാണ് മുനിസിപ്പാലിറ്റിയുടെ. അത് എൻ്റെ കൂടെ എല്ലാ കാലത്തും എൻ്റെ കൂടെ വന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യാതൊരു മാനദണ്ഡവും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറാണ്. സാധാരണ ഈ മറ്റേ വർഷാന്ത്യത്തിൽ ട്രാൻസ്ഫർ നടക്കില്ല സർക്കാർ ജീവനക്കാരുടെ, ഏതാണ്ട് അതുപോലെയാണ് സ്ഥാനാർത്ഥികളുടെ ട്രാൻസ്ഫർ നടന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഉണ്ട്, പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടി ആവത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പാർട്ടിക്ക് തിരിച്ചടി തന്നെയാണ്, ഒരു സംശയം അക്കാര്യത്തില്ല. 2021 തെരഞ്ഞെടുപ്പിലും അന്നും ഒരുപാട് വിവാദങ്ങൾ, സ്വർണ്ണ ചെമ്പ് വിവാദം, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം കടത്തി, ഇതെല്ലാം ഉണ്ടായിരുന്നു. 2021 ഒരു പ്രത്യേകത കോവിഡ് കാലമാണ്. ജനങ്ങൾക്ക് ഒരു പൊതുയോഗം പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരങ്ങളെക്കാൾ അന്ന് കിറ്റ്, അതുപോലെ തന്നെ മറ്റ് സൗജന്യങ്ങൾ, ഇതൊക്കെ ധാരാളം വോട്ടർമാരെ സ്വാധീനിച്ചു. കാരണം അവർ ഭരണത്തിൻ്റെ വിജയപരാജയങ്ങൾ നടത്തിയില്ല. പകരം കോവിഡാണ്, ഭയന്ന് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. അപ്പോൾ വീട്ടിൽ കിറ്റ് എത്തുന്നു, സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ ജനം വോട്ട് ചെയ്തു. അല്ല, മുഖ്യമന്ത്രിക്ക് അന്നൊരു രക്ഷകന്റെ പരിവേഷം ലഭിച്ചിരുന്നു. അന്ന് അങ്ങനെ ഒരു പരിവേഷം ഉണ്ടാക്കി. ഒരു പരിവേഷം ഉണ്ടാക്കി. അതിലെ ജനങ്ങൾ അതിൽ കുറച്ച് മയങ്ങുകയും ചെയ്തു. അതെല്ലാം മാറിയോ? അതെല്ലാം മാറി. ഇപ്പോൾ രക്ഷകൻ്റെ ഒന്നും ഒരുവില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഒരു LDF ഭരണത്തെ നോക്കി കാണുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് പിണറായി ഏക വ്യക്തി ഭരണമായിരുന്നു. ഏക വ്യക്തി ഭരണം. CPI ഭരണമല്ല, ഏക വ്യക്തി ഭരണമായിരുന്നു. CPI ഒക്കെ ഘടകകക്ഷിയായിരുന്നു. ഒരു കാര്യം ഉണ്ടായില്ല. അവർക്ക് മറ്റേ ഏറാം മൂളാം മാത്രമേ കഴിഞ്ഞിരുന്നു. ഞാൻ അത്ഭുതപ്പെടുന്നത് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് CPIയുടെ നേതൃത്വം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. മുഖ്യമന്ത്രി ഞാൻ പറയാം, രാജൻ കേസ് വന്നപ്പോൾ അന്ന് പരസ്യമായി മുഖ്യമന്ത്രി ധാർമ്മികമായി രാജിവെക്കണം എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് CPI. അന്ന് PK വാസുദേവൻ നായരും വെളിയം ഭാർഗവനൊക്കെയാണ് അന്ന് പാർട്ടിയെ നയിച്ചിരുന്നത്. പക്ഷെ ഇത്തവണ ഈ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ പൂരം കലക്കി തോൽപ്പിച്ചിട്ട് പോലും പ്രതികരിക്കുന്നില്ല. വ്യത്യാസം, ആ പാർട്ടിയുടെ വ്യത്യാസം. ശക്തമായ നേതൃത്വം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കായി, ആ രീതിയിലേക്കായി. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കാനം രാജേന്ദ്രൻ വരെ ഒരുമാതിരി പിടിച്ചു നിന്നിരുന്നു. പക്ഷെ ഇന്നപ്പോൾ അത് കാണുന്നില്ല. ഇപ്പോൾ ബിനോയ് വിശ്വൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ എന്തുകൊണ്ടോ ഒരു പാർട്ടിയുടെ ആ പഴയ പ്രതാപം നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റി. അതായത് CPM അടിച്ചു നീക്കാൻ പറ്റുന്നില്ലെന്നാണോ? ചില കാര്യങ്ങൾ വേണ്ടി വരും. കോൺഗ്രസുമായിട്ട് ഭരിച്ച കാലത്ത് അങ്ങനെ അടിച്ചു നിന്നിട്ടുണ്ട് അവർ. എനിക്ക് അനുഭവമുണ്ട്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ലൈസൻ കമ്മിറ്റിയിലൊക്കെ നല്ല വിമർശനം ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ശരി, എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് എന്തൊരു ബഹളായെന്ന് അറിയാം. മന്മാനും ബംഗ്ലാവ്, ഞങ്ങളൊക്കെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കേൾക്കുന്ന ശബ്ദം. പക്ഷെ അന്ന് C. അച്യുതമേനോൻ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും ഭരിച്ചിരുന്നത് ലീഡർ ആയിരുന്നെന്നുള്ള, കാരണം ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി എന്നുള്ളതിൽ അച്യുതമേനോൻ വളരെ പക്വതയായിട്ടാണ് പെരുമാറുന്നത്. ഒരിക്കലും ആ ഒരു ഇക്വേഷൻ തകരാതെ അദ്ദേഹം നോക്കിയിരുന്നു. ഒരിക്കലും അദ്ദേഹം പ്രകോപിതനായിട്ടില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേരിട്ടു. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ അന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ലൈസൻ കമ്മിറ്റിയിലൊക്കെ PK വാസുദേവൻ നായർ വളരെ പതിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും അതിശക്തമായി കോൺഗ്രസിൻ്റെ ചില നയങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 77 കേരള കോൺഗ്രസിൻ്റെ ലയനത്തിന് അത് വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ചാൽ മതി, ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അതാണ് ആ പാർട്ടിയുടെ പാരമ്പര്യം. അത് ഇന്നുണ്ടോ എന്ന് അവരാലോചിക്കണം. കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ CPIക്ക് 2 തവണ മുഖ്യമന്ത്രിമാർ 2 തവണയായി. ഒന്ന് C. അച്യുതമേനോൻ, കാരണം അന്ന് 16 MLA-മാരാണ് CPIക്ക്. കോൺഗ്രസിന് അന്ന് 32 പേര് ജയിച്ചു വന്നു. എന്നിട്ട് അവരെ മുഖ്യമന്ത്രിയാക്കി. അത് അച്യുതമേനോൻ്റെ ഒരു വ്യക്തിപ്രഭാവം അതൊരു പ്രധാന ഘടകമായിരുന്നു. പിന്നീട് കുറച്ച് നാൾ ലീഗിന് ഏതാനും നാളെ CH 2 കോൺഗ്രസിൽ പിളർന്ന കാലമാണ്. 2 കോൺഗ്രസ് വിഭാഗങ്ങളുടെയും പിന്തുണയോടെ CH ഏതാണ്ട് 2 മാസം മുഖ്യമന്ത്രിയായി. അതെ. അന്നേരം ഇപ്പം നോക്കുമ്പോൾ ഇപ്പം CPI കോൺഗ്രസ് മുന്നണിയിലില്ല, പക്ഷെ ലീഗിന് ഒരു വലിയ അപ്രമാദിത്വം ഈ മുന്നണിയിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കാരണം അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ കഴിഞ്ഞ തവണ നിന്ന സീറ്റ് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിൽ ചില സീറ്റുകൾ വെച്ച് മാറി. അപ്പോൾ അതിൽ വളരെ സോഫ്റ്റായിട്ടുള്ള സമീപനം അവർ സ്വീകരിച്ചു. അവർക്കാണെങ്കിൽ കൂടുതൽ ചോദിക്കായിരുന്നില്ലേ?
അല്ല, CPM ഒക്കെ ഉന്നയിക്കുന്ന ഒരു വലിയ വാദം ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒരു പരിധിവരെ ഉണ്ടായിരുന്നു. കാരണം ലീഗിനായിരിക്കും മേൽക്കൈ, കോൺഗ്രസ് ഭരണമാണ് വരുന്നതെങ്കിലും അതിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ ആകർഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമായിരിക്കും. ഇപ്പം കഴിഞ്ഞ ലോക്സഭയിൽ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ വേണ്ടി ഏറ്റവും തരംതാണ രീതിയിലുള്ള പ്രചരണം മുഖ്യമന്ത്രി നടത്തി. ഏറ്റില്ല. എന്നാൽ പിന്നെ മറ്റേതൊന്ന് പരീക്ഷിക്കാം എന്ന് കരുതി കാണും. ഇപ്പം ഞാൻ പറയാം, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 2021 27 സീറ്റ് ലീഗ് മത്സരിച്ചു. ഒരു സീറ്റ് എടുത്താണ് കൂടുതൽ ചോദിച്ചില്ല. ആ 27 സീറ്റ് തന്നെ എടുത്തു. ചില സീറ്റുകൾ ചേഞ്ച് വരുത്തി. ഇപ്പോൾ ഒരു പാലക്കാട് സീറ്റ് അതും മറ്റേ ചേലക്കരയായിട്ട് വെച്ച് മാറി. അങ്ങനെ ചില സീറ്റുകൾ വെച്ച് മാറി. പക്ഷേ റിസൾട്ട് വരുമ്പോൾ UDFനാണ് ഭൂരിപക്ഷമെങ്കിൽ ലീഗ് മന്ത്രിപദം 5 എന്നുള്ളത് 6 ചോദിക്കുമെന്നും ഉപമുഖ്യമന്ത്രി പദം ചോദിക്കുമെന്നും ഒക്കെ പറയുന്നത്. തിരൂർ ജില്ല ചോദിക്കുമെന്ന് പറയാം. ഈ അവർ മാക്സിമം സഹകരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ല. അങ്ങനെ കട്ടൻ ഡ്രൈ ആയിട്ട് ഏതെങ്കിലും പാർട്ടി LDFൽ പറയൂ. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കൽ അവർക്കുണ്ടായിരുന്നു. ഒരിക്കലുണ്ട്. അത് അന്ന് CHന് വേണ്ടി കൊടുത്തതാണ്. അതായത് 980 ഈ പറഞ്ഞ പോലെ 80-ൻ്റെ അല്ല 79-ൻ്റെ അവസാനത്തിൽ CH മുഖ്യമന്ത്രിയായി. അപ്പോൾ ഒരു മുൻ മുഖ്യമന്ത്രിയെ വെറും മന്ത്രിയെ ഇരുത്തരുത് എന്ന് K കരുണാകരന് താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് CH ആയിട്ടുള്ള ബന്ധത്തിൻ്റെ ഉദാഹരണം. അപ്പം അദ്ദേഹമാണ് പറഞ്ഞത്. അന്ന് പറയുമ്പോൾ കോൺഗ്രസ് ലയിച്ചിട്ടില്ല. ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ് ആയി, രണ്ടാമത്തെ കക്ഷി കോൺഗ്രസ് A ആയിരുന്നു. പിന്നെ രണ്ടുപേരും പിന്നീടാണ് ലയിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ അന്ന് 80 ദിവസത്തെ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ചെയ്യുന്നു രണ്ടാമൻ, 82-ൽ വയലാർ ചെയ്യുന്നു രണ്ടാമൻ. പക്ഷേ CH ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനം CHന് വേണം. CH മരിച്ചപ്പോൾ ഔക്കാദർകുട്ടി നഹീം വളരെ സീനിയറായിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, K കരുണാകരൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ. അല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി അദ്ദേഹത്തിന് ആവശ്യപ്പെടാതെ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ആവശ്യപ്പെടില്ല, ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടാൽ അത് തെറ്റില്ലെന്നാണോ? ആവശ്യപ്പെട്ടാൽ തെറ്റൊന്നുമില്ല. കാരണം രണ്ടാമത്തെ കക്ഷി ആവശ്യപ്പെട്ടാൽ എന്താ തെറ്റ്? പക്ഷെ അവരാവശ്യപ്പെടില്ല എന്ന് പറഞ്ഞു. കാരണം അവർ മനസ്സിലായി ഇതിനെ വെച്ച് ചില മുതലെടുക്കും. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു മറുപക്ഷത്തിൻ്റെ സവർണ അല്ല ഹിന്ദു വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഒരു വാദമാണെങ്കിലും ഈ പൊതുവെ പറയുന്നത് ഈ അധികാരത്തിൽ UDF വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യവസായം, വിദ്യാഭ്യാസം, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ലീഗിന് പോകും. അല്ല, ഇത്തവണ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. കോൺഗ്രസും ലീഗുമായിട്ട് ചില വകുപ്പുകൾ തന്നെ ചിലപ്പോൾ വെച്ച് മാറാം. അത് ഞാൻ പറയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ശേഷം നടക്കേണ്ട കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് UDF യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കും. ഇപ്പം തന്നെ BJPയുടെ ഒരു വളർച്ച, ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ ശതമാനം കുറഞ്ഞു. പക്ഷേ തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ പിടിച്ചു, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ചു, കുറേ അധികം പഞ്ചായത്തുകളിലും വിജയിച്ചു. ആ ഒരു വളർച്ചയുടെ ഗ്രാഫ് മുകളിലേക്കല്ലേ ശരി? അല്ല, അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് 35, LDFന് അന്ന് 50-ൽ കൂടുതൽ സീറ്റുണ്ട്, 54, 85 അങ്ങനെ. UDF വളരെ ശുഷ്കമായിരുന്നു, 10 സീറ്റേ കിട്ടിയത്. അപ്പോൾ ഇത്തവണ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിരുന്നു. പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും വളരെ നെഗറ്റീവായിരുന്നു. പക്ഷേ ഞാൻ അതിൽ ആര്യ രാജേന്ദ്രനെ കുറ്റം പറയുന്നില്ല, കാരണം അവരെ പാർട്ടി തിരുത്തേണ്ടതായിരുന്നു. അത് തിരുത്തിയില്ല. അത് പാർട്ടിക്കാണ് കുറ്റം. കാരണം ഒരു പുതിയ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പാളിച്ചകളുണ്ട്. അതിനെ പാർട്ടി തിരുത്തണം. അത് തിരുത്തിയില്ല പാർട്ടി. ഇപ്പോൾ എല്ലാ കുറ്റവാളിയുടെ തലയിൽ വെച്ചിട്ട് കാര്യമില്ല. അവർ തിരുത്തിയില്ല പാർട്ടി. പാർട്ടി അത് തെറ്റ് ചെയ്തു. ഏതായാലും ആ ഭരണവിരുദ്ധ വികാരം നോക്കിയപ്പോൾ എതിർഭാഗത്ത് BJPയും അതിൻ്റെ താഴെയാണ് UDF. അപ്പോൾ 10-50 ഞാൻ പറഞ്ഞപ്പോൾ ഒരു അവിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു. അതേ സമയത്ത് 35-51 എളുപ്പമാണല്ലോ. അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് BJP ജയിക്കുന്നത്. അല്ലാണ്ട് BJPയുടെ സ്ട്രെങ്ത് കൊണ്ട് ജയിച്ചതല്ല. പക്ഷേ BJP അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനം വളരെ ദീർഘകാലമായിട്ട് നേരത്തെ തുടങ്ങിയിരുന്നു. പക്ഷേ കോൺഗ്രസ് പോലൊരു പാർട്ടി ഇപ്പം നമ്മൾ ഇപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഇപ്പം 22 സീറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എത്ര സീറ്റിലേക്ക് പോകണമെങ്കിൽ ഒരു വലിയൊരു ടാസ്ക് അല്ലേ? അല്ല, അതുണ്ടല്ലോ, ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ പറയാം, കഴിഞ്ഞ ബൈ ഇലക്ഷനുകളിൽ LDFൻ്റെ കയ്യിലുണ്ടായിരുന്ന നിലമ്പൂര് പിടിച്ചെടുത്തു. UDFൻ്റെ സീറ്റുകളുടെ എണ്ണം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു.
LDFിൻ്റെ ഏക സീറ്റ് അവർ നിലനിർത്തിയ ചേലക്കരയാണ്. ഭൂരിപക്ഷം പകുതിയായി. അപ്പോൾ അതൊക്കെ ഒരു നേട്ടമല്ലേ? ഇപ്പം CPM-നുള്ളിൽ ഇപ്പോൾ വലിയൊരു അന്തഛിദ്രം ഉണ്ടായെന്നുള്ള രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ആൾക്കാർ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാർട്ടി വിട്ടുപോയി ഇപ്പോൾ UDF-ൻ്റെ അടക്കം സ്ഥാനാർത്ഥികളെ വന്നിട്ടുണ്ട്. ആ ഒരു CPM-ൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവവാസങ്ങളെ എങ്ങനെ കാണും? അതായത് പാർട്ടിയുടെ നയങ്ങളിൽ നിന്നും പാർട്ടി വ്യതിചലിച്ചപ്പോൾ വളരെ വികാരം പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാം, ഞങ്ങളോടൊക്കെ ചില ഞങ്ങളോട് ബന്ധമുള്ള CPM-ൻ്റെ പ്രവർത്തകർ പറഞ്ഞത്, സാർ ഇത്തവണ ഞങ്ങൾ തോൽക്കണം, മറ്റൊന്നും കൊണ്ടല്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ ബംഗാളിൻ്റെ അവസ്ഥയിലാവും, ത്രിപുരയുടെ അവസ്ഥയിലാവും, ഒരു തോൽവി ഞങ്ങൾക്ക് ആവശ്യമാണ്, ഇനിയൊരു ടേം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതോടെ ഞങ്ങൾ നശിക്കും എന്ന് ചിന്തിച്ച് UDF-ന് വോട്ട് ചെയ്തവരുണ്ട്. അത് UDF-നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, സ്വന്തം പാർട്ടിയുടെ തെറ്റ് തിരുത്താനാണ്. കാരണം ഇനിയിപ്പോൾ എന്തായാലും പിണറായി വിജയൻ ഇനിയിപ്പോൾ മത്സരിക്കില്ലല്ലോ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ. അതുകൊണ്ട് മാറ്റം വരട്ടെ, അതുവരെ പാർട്ടി പ്രതിപക്ഷത്തിരിക്കണം എന്ന് തീരുമാനിച്ച് UDF-ന് വോട്ട് ചെയ്തവരുണ്ട്. പക്ഷേ BJP പറയുന്ന ഒരു കാര്യം രണ്ടല്ല ഒന്നാണെന്ന്. ഇപ്പോൾ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ്. അതല്ല, അത് ഓരോ സ്റ്റേറ്റിൻ്റെ സാഹചര്യമുണ്ട്. ഇപ്പം കേരളത്തിൽ പണ്ട് മുതൽക്ക് തന്നെ CPM-ൻ്റെ നയങ്ങളും കോൺഗ്രസ് നയങ്ങളും ഒരിക്കലും യോജിക്കുന്നതല്ല. കേരളത്തിൻ്റെ പുറത്ത് അങ്ങനെയല്ല. കേരളത്തിൻ്റെ പുറത്ത് CPM ഒരു ശക്തിയല്ല. നേരത്തെ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായി. ഇപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ബംഗാളിൽ പോലും എന്താ സ്ഥിതി? ബംഗാളിൽ പോലും ഇത്തവണ കോൺഗ്രസ് തീരുമാനിച്ചത് ദേശീയ നേതൃത്വം പറഞ്ഞു നിങ്ങൾ CPM-ൻ്റെ സഖ്യം ഉണ്ടാക്കിക്കോ. പക്ഷേ അവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഈ 35 വർഷത്തെ വികാരം CPM-നെതിരായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇവരോടൊപ്പം ചേർന്നാൽ 100% തോൽക്കും. അതിലും നല്ലത് എല്ലായിടത്തും മത്സരിച്ച് പാർട്ടിയുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്തവണ സഖ്യമില്ലാണ്ട് പോയത്. CPM പറയുന്നത് അവർ ഇത്തവണ കുറച്ച് സീറ്റിലെങ്കിലും വിജയിക്കുമെന്നാണ്. അത് പറയാൻ നിവൃത്തിയില്ല. അവർ പക്ഷേ മത്സരം BJP-യും തൃണമൂലും തമ്മിലാണ്. അത് യാഥാർത്ഥ്യം. BJP-യുടെ ഒരു വളർച്ച രാജ്യവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ബംഗാളിൽ അവർക്ക് കഴിഞ്ഞ തവണ 74 സീറ്റ് കിട്ടി. ഇത്തവണ അവർ അവകാശപ്പെടുന്ന ഭരണം പിടിക്കുമെന്നാണ്. പക്ഷേ ഉത്തരേന്ത്യയിലേക്കൊക്കെ നോക്കുമ്പം കോൺഗ്രസിൻ്റെ ഒരു വളർച്ച കാണാനില്ലല്ലോ. അല്ല, അത് മുമ്പ് പ്രതാപം ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്നും ഇപ്പോൾ ജാതി രാഷ്ട്രീയം വന്നപ്പോൾ കോൺഗ്രസ് താഴോട്ട് പോയി. ഉത്തർപ്രദേശ് ഒരു കാലത്ത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയും സവർണ വിഭാഗത്തിൽ ഐദർ ബ്രാഹ്മണ ഓർ ക്ഷത്രിയ രണ്ടിൽ ഒരു വിഭാഗം കൂടെ വന്നിരുന്നു ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്ത്. പക്ഷേ അത് ക്രമേണ പോയി. ഇപ്പോൾ ലാലു പ്രസാദും മുലായം സിംഗൊക്കെ വന്നപ്പോൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ട് അവരുടെ കൂടെ പോയി. ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ പൂർണ്ണമായിട്ട് ആധിപത്യം BJP-ക്ക് വന്നു. അതോടെ കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചു. ഈ ജാതി രാഷ്ട്രീയമാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെ തകർത്തത്. ശരി. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ അസ്സാമിലേക്ക് നോക്കി, അസ്സാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹമൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവരൊക്കെ വളർത്തിയ പാർട്ടീനല്ലല്ലോ നോക്കുന്നത്, സ്വന്തം കാര്യമാണല്ലോ. ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹത്തിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന കോൺഗ്രസ് അല്ലേ? പക്ഷേ അവർ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പ്രചരണത്തിൽ മുന്നിൽ നിന്ന് നയിച്ചിട്ട് കമൽനാഥിനെ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് വന്നപ്പം അയാൾ പോയി. നമ്മളിപ്പോൾ സച്ചിൻ പൈലറ്റ് പോകാതെ നിൽക്കുന്നു. കാരണം അദ്ദേഹവും അവിടെ PCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പാർട്ടിയെ നയിച്ചിട്ട് അവസാനം ഗെഹ്ലോട്ടിനെയാണ് അന്ന് മുഖ്യമന്ത്രിയാക്കി. അങ്ങനെയൊക്കെയുള്ള കുറേ പാളിച്ചകൾ പാർട്ടിക്ക് അതുണ്ടായിട്ടുണ്ട്. കാരണം ഗെഹ്ലോട്ടിനെ എന്ന ആദ്യത്തെ 5 വർഷം കഴിഞ്ഞാലെങ്കിലും മാറ്റി നിർത്തണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ സച്ചിൻ പൈലറ്റിനെ മുന്നിൽ നിർത്തിയിരുന്നെങ്കിൽ അവിടെ ഒരു ചിലപ്പോൾ ഭരണം നിലനിർത്തായി. അതെ. ആ രീതിയിലുള്ള ചില പാളിച്ചകൾ ഉണ്ടാവുന്നുണ്ട്. ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ടില്ല എന്നും പറയുന്നില്ല. ഇല്ല. ഇപ്പം ഈ കഴിഞ്ഞ കമൽനാഥിനെ കൊണ്ട് എന്ത് ഉപകാരമുണ്ടായി? ഒരു ഉപകാരം ഉണ്ടായില്ല. അദ്ദേഹം തന്നെ പാർട്ടി വിടാൻ നോക്കി. പക്ഷേ BJP-ക്കാർ പറഞ്ഞ എല്ലാം കൂടെ ഇവിടെ വേണ്ട, സ്ഥലമില്ല. ഈ BJP-യിലേക്ക് ഇപ്പം രാഷ്ട്രീയ ഭേദമന്യേ ഒരു ഒഴുക്ക് ഉത്തരേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കോൺഗ്രസിൻ്റെ MP-മാർ BJP-യുടെ അംഗങ്ങളായി. കേരളത്തിലും അങ്ങനെ ഒരു വലിയ മാറ്റം വരുമെന്ന് അവർ പറയുന്നുണ്ട്. ഒരിക്കലും ഉണ്ടാവില്ല. കാരണം കേരളത്തിൽ ആ പാർട്ടിക്ക് വളരാൻ സാധ്യതയില്ല. കേരളത്തിൻ്റെ ഒരു ജാതി മത സമവാക്യങ്ങൾ നോക്കിയാൽ അവർക്ക് സാധ്യമല്ല. ക്രൈസ്തവ സമുദായത്തിൽ തന്നെ അവരൊരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും ഇവരുടെ ചില കേന്ദ്ര നയങ്ങൾ അത് കേരളത്തിൽ തിരിച്ചടിയാവും. അതുകൊണ്ടാണ് അവർ നോക്കിയത് നായർ ക്രിസ്ത്യൻ കോമ്പിനേഷനൊക്കെയാണ് നോക്കിയത്. പോയി അതിലുള്ള ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ വോട്ട് വരെ ഇത്തവണ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്.
ഇപ്പോൾ ക്രൈസ്തവ വിഭാഗം മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു വലിയ ശക്തിയായിരുന്നു. ഇത്തവണ ആ വോട്ടുകളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും ഇത്തവണ അതും തിരിച്ചു വന്നു. അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഇത്തവണ കോൺഗ്രസിന് തീർച്ചയായിട്ടും ഉണ്ട്. വലിയ രീതിയിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വട്ടിയൂർക്കാവ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് സ്ത്രീ വോട്ടർമാർ ഇത്തവണ ഒരുപാട് കൂടുതലാണ് വോട്ട് ചെയ്തത്. അത് ആർക്ക് ഗുണം ചെയ്യും? അത് UDF ഗുണം ചെയ്യും. അത് ഈ ബസ് യാത്ര കണ്ടിട്ടാണോ? അല്ല, അത് മാത്രമല്ല, സ്ത്രീകൾക്കൊരു സുരക്ഷിതത്വം ഇല്ല ഇപ്പോൾ സ്റ്റേറ്റിൽ. അതും പ്രധാന ഘടകമാണ്. മറിച്ച് അവർ പറയുന്നത് ഇപ്പോൾ ക്ഷേമ പെൻഷനുണ്ട്, അതും സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. 63 ലക്ഷം ഉള്ളതിൽ നല്ലൊരു പങ്ക് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. 1000 രൂപ മാസം വിദ്യാർത്ഥിനികൾക്ക് കിട്ടുന്നു. അതിപ്പോൾ UDFൻ്റെ ഇതിൽ പറഞ്ഞാണ്, ഞങ്ങൾ പറഞ്ഞ കാര്യം അത്. അന്നേരം ഇത് വാശിയോടുകൂടി വോട്ട് ചെയ്ത് ഒരു പക്ഷേ ഇടതുപക്ഷത്തിനായിക്കൂടെ എന്നും ചിലർ ഒരിക്കലുമില്ല. കാരണം ഗ്യാരണ്ടിയിൽ പ്രധാനപ്പെട്ടത് KSRTCയിലെ സൗജന്യ യാത്ര, കുട്ടികൾക്ക് 1000 രൂപ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കിയത്, വയോജനങ്ങൾക്ക് ഇൻഷുറൻസ്, ഇതൊക്കെ പ്രത്യേകതയാണ്. അത് വോട്ടർമാരെ സ്വാധീനിക്കും, തീർച്ചയായിട്ടും സ്വാധീനിക്കും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കുറേ മണ്ഡലങ്ങൾ 71ഓളം മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ പ്രചരണത്തിന് പോയിരുന്നു കോൺഗ്രസിന് വേണ്ടി. അവർക്കൊരു സീറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ആരും അവർക്ക് വേണ്ടി വാദിക്കാനില്ലാതെ പോയോ? അല്ല, അവർക്കൊക്കെ സീറ്റിന് അർഹതയുള്ളവർ തന്നെയാണ്, അർഹതയുള്ളവർ തന്നെ. തീർച്ചയായിട്ടും. പിന്നെ ഒരു വീട്ടിൽ നിന്ന് 2 പേര് വരരുതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഞാനും പത്മയും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, 2016 മത്സരിച്ചു. അതെ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും സഹോദരിയും മത്സരിക്കുന്നു. അല്ല, അതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല. ഒരു വീട്ടിൽ നിന്ന് 2 പേര് വന്നാൽ തെറ്റൊന്നുമില്ല. കാരണം ജനങ്ങളുടെ അടുത്താണല്ലോ വോട്ടിന് പോകുന്നത്, അല്ലാതെ ഓട് പൊളിച്ചിറങ്ങുകയല്ലോ. അതെ അതെ, അങ്ങനെ ആരും ഈ തെരഞ്ഞെടുപ്പിലും ഓട് പൊളിച്ച് കേരളത്തിൽ ഇറങ്ങുന്നില്ലെന്ന് കരുതുന്നു. ഇറങ്ങിയേ പറ്റില്ല, ജനങ്ങൾ ജയിപ്പിച്ചാലേ ജയിക്കാൻ പറ്റും. അല്ല, ജനങ്ങളെ ജയിപ്പിക്കാത്തവരാരെങ്കിലും ഇറങ്ങുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ മെയ് 4-ന് ഇലക്ഷൻ രാവിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്? ഞാൻ പറയുന്നത് റിസൾട്ട് UDF ജയിക്കും. എത്ര സീറ്റ്? ഞാൻ പറയും മിനിമം 85 മുതൽ 100 വരെ ജയിക്കും. 85 മുതൽ 100 വരെ ജയിക്കും. വട്ടിയൂർക്കാവിൽ തീർച്ചയായിട്ടും UDF ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പോൾ എല്ലാ രീതിയിലും അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ UDF ജയിക്കട്ടെ. എല്ലാ ആശംസകളും. നമസ്കാരം.